Hi friends, എല്ലാവർക്കും അമ്മൂസ് കിച്ചൻ യുക്കെയിലേക്ക് സ്വാഗതം. ഞാൻ അമ്മു. ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് പെപ്പർ ചിക്കൻ ആണ്. പെപ്പർ ചിക്കൻ എന്ന് പറയുമ്പോൾ കുരുമുളക് ഉപയോഗിച്ച് അതുപോലെ കുരുമുളക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് അതിൽ തയ്യാറാക്കി എടുക്കുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ വിഭവമാണ് പെപ്പർ ചിക്കൻ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് ഈ പെപ്പർ ചിക്കൻ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പെറോട്ടയുടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ചൂടായ ഒരു ചട്ടിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു സ്പൂണ് സാദാ ജീരകമാണ്, ചെറിയ ജീരകം, അത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് കോണാണ് എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാകും. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഒരുപാട് കരിഞ്ഞു പോകരുത്, എന്നാൽ കുറഞ്ഞു പോകരുത്. ആ രീതിയിൽ വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇതിൽ വറുത്തെടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു മണം കിട്ടും. ആ സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ആയിട്ട് ഒരു ഫൈൻ പൊടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ച് അതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ വെക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പം ഞാനിതിലേക്ക് 2 സ്പൂണ് എണ്ണ ഒഴിച്ചു. ഇനി പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, അതുപോലെ എല്ലാ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. 2 ബേ ലീഫ് ചേർത്ത് കൊടുക്കുക. 2 ബേ ലീഫും അതുപോലെ 2-3 ഉണക്കം ഡ്രൈ ആയിട്ടുള്ള ചില്ലി, ഉണക്കമുളക്, ഇതും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പച്ചമുളക് ഇങ്ങനെ നെടുക്ക് കീറിയായിട്ടിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലവണ്ണം ചതച്ചതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഒരു കറിക്കും ഇതുപോലെ പേസ്റ്റുകൾ അങ്ങനത്തെ ഒരു സാധനങ്ങൾ ഉപയോഗിക്കാറില്ല. ഇതുപോലെ ചതച്ച് ചേർക്കുന്നതാണ് പതിവ് കേട്ടോ. അതാണ് കുറച്ചുകൂടെ ടേസ്റ്റും. അപ്പോൾ അതുപോലെ ഇടാൻ നോക്കുക. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു 15 ചെറിയ ഉള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഇടുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ടേസ്റ്റാണ് കേട്ടോ ചെറിയ ഉള്ളി ഇടുമ്പോൾ. അപ്പോൾ ഒന്ന് ചെറിയ ഉള്ളി ഇട്ട് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഏത് കറി വെച്ചിരുന്നാലും ഇപ്പോൾ ബീഫാണെങ്കിലും അതുപോലെ പോർക്ക്, ചിക്കൻ എല്ലാത്തിലും ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതലാണ്. ഇനി ഇതൊരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഇതിൽ നിന്ന് ആവി ഇറങ്ങി കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. സവാള നല്ല രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മസാലപ്പൊടികളെന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകിൻ്റെ മിക്സറായിട്ടുള്ള മസാല മാത്രമാണ് ഇതിൽ ചേർക്കുന്നത്. വേറെ ഒരു സാധനങ്ങളും ചേർക്കുന്നില്ല. കാരണം ഗരം മസാലയുടെ കുത്തൊന്നും അധികം ആകാൻ പാടില്ല. ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു കുത്തൽ മണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല തട്ടി കൊടുക്കാം. നേരത്തെ പൊടിച്ച് വെച്ച മസാലയാണ്. ഇതിലിനി നമ്മൾ വേറെ ഒരു മസാലയോ മറ്റൊന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മസാലയിൽ നിന്ന് തന്നെയാണ് ചിക്കൻ്റെ കറിയുടെ ടേസ്റ്റ് വരുന്നത്. കുരുമുളകും അതുപോലെ നമ്മൾ ചേർത്തിരിക്കുന്ന പെരിഞ്ജീരകത്തിൻ്റെ ഒക്കെ ഒരു മണമാണ് ഇതിൽ. അതിനിത് നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു കുത്തൽ മണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ അങ്ങനെ മുറിക്കാം കേട്ടോ. കാരണം ഞാനിത് വേറെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോഴാണ് പെപ്പർ ചിക്കൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വലിയ കഷ്ണങ്ങളാണ്. എങ്കിലും കുഴപ്പമൊന്നുമില്ല. മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. ഇനി ഇതിലേക്ക് മസാല നല്ല രീതിയിലൊന്ന് എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നാടൻ കറി ആയതുകൊണ്ട് ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് അല്പം കുറവായിരുന്നു, അതുകൊണ്ട് ഞാനൊരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ ഇതിപ്പോൾ നമ്മൾ വെള്ളം ഒന്നും ചേർക്കാത്തത് കൊണ്ട് നമ്മളിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലാണ് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക, അതുപോലെ നന്നായിട്ടൊന്ന് ഇതുപോലെ വഴറ്റിയെടുക്കുക. ഞാനിപ്പോൾ ഇതൊന്നൊരു അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ആവി ഇറങ്ങിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ചിക്കൻ വെന്ത് ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് നമുക്കിന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതുപോലെ ചിക്കൻ നന്നായിട്ട് വെന്തൊന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഇടയ്ക്ക് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് അടിയിലൊന്നും പിടിക്കാൻ വഴിയില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കറി ഇതുപോലെ നല്ല ബ്രൗൺ നിറം, അതല്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറി ആ ബ്രൗൺ നിറം ഒന്ന് മാറി ഇതുപോലെ ബ്ലാക്ക് ആയി കിട്ടണം. ഇതാണ് പെപ്പർ ചിക്കൻ്റെ കളറ്. അതായത് നമ്മളിത് പെപ്പറാണല്ലോ പ്രധാനമായിട്ട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ കളറും വരുന്ന പോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം കറി ഏകദേശം ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്തോന്നും കൂടെ നോക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡിയാകും. നമുക്കിതൊന്ന് വെന്തോന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. അതുപോലെ കറിയുടെ കളറെല്ലാം മാറി മസാല എല്ലാം നല്ല എല്ലാ ഭാഗത്തും പിടിച്ചു നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പെപ്പറാണ് കേട്ടോ. ഇത് നിങ്ങൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പെറോട്ടയുടെയോ ചപ്പാത്തിയുടെയോ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഞാൻ എപ്പോഴും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഇതാ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത മനോഹരമായൊരു വീഡിയോയുമായി കാണുന്നവരെയും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.